എടാ ലാലു, നമ്മുടെ ഗീതു ആള് കുഴപ്പമില്ലടാ, പാവാടാ, നല്ല കുട്ടിയാ. അതല്ല, അവളൊരു കണ്ടോ, ബോട്ടിൽ മുഴുവൻ അടിച്ച് ഫിറ്റ് ആയിരിക്കാണല്ലേ. എന്ത് പറ്റിയടാ? പറന്നു പറന്നു ചെല്ലാൻ. നീ എന്തോ പറയാൻ വന്നല്ലോ. പറ്റാത്ത കാടുകളിൽ കൂടന്ന് കൂട്ടി ഞാനൊരു പൂമരക്കൊമ്പിൽ. പൂമരക്കൊമ്പിൽ വികടം മുങ്ങിയടാ. എന്തെടുത്ത് മുങ്ങാൻ? ഇങ്ങോട്ട് മുങ്ങാൻ. വെറുതെ കള്ളു കുടിച്ചിട്ട് പിച്ചും പേയും പറയൽ സൈമ. വിഷ്ണുപുത്രന് കൊടുക്കാനുള്ള കാശ് കേട്ടാ ചെറ്റ മുങ്ങിയ മുന്നെയൊക്കെ. എടാ അവൻ എടാ ഉദന്റെ കാറ്. നമ്മളല്ലേ ഒന്ന് ഒഴിക്കട്ടെ? ഒരു പേ കാവാലേ? യാഷോ. ഡാഡിക്ക് സിദ്ധു അടിക്കുന്ന കാര്യം അറിയോ? അയ്യോ, ഡാഡി അറിഞ്ഞാൽ കൊന്നു കളയും. പിന്നെ സീക്രട്ടായിട്ട് 1 or 2 ഒക്കെ അടിക്കുന്ന മാത്രം. അപ്പൊ ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ. സിദ്ധു വെറുതെ വന്നായിരുന്നു. ഈ വഴി വന്ന പോലത്തെ കയറിയെന്ന് മാത്രം. യു ഗൈസ് ഹാവ് ഫൺ. ഗുഡ് നൈറ്റ്. ഹലോ സിദ്ധു. ഡാഡി. ലാലുവിൻ്റെ ബാഗ് മേടിച്ചിട്ടോ? ഓക്കെ ഡാഡി, ഞാൻ മേടിച്ചോണ്ട് വരാം. ബാഗ് ഇന്ന് ഡാഡിക്ക് കൊടുത്തില്ലേ? കൊടുത്തോളാം. അല്ല, അതെനിക്ക് തരാനാ പറഞ്ഞത്. ഞങ്ങൾ നേരിട്ട് കൊടുത്തോളാന്ന് പറഞ്ഞില്ലേ? അതെന്താ എനിക്കെന്നാ? തരാൻ മനസ്സില്ല. മര്യാദയ്ക്ക് തന്നില്ലെങ്കിൽ ഡാഡിനെ വിളിച്ചു പറയും. അല്ല, ആ ബാഗ് ഇനി വേറെ ആർക്കെങ്കിലും മറിച്ചോ? നീ പോടാ, തേക്കും പള്ളിയടി. ഇതിന് നീ അനുഭവിക്കൂലാലോ. നീ പോടച്ചക്ക. ഓടാ തരത്തിപ്പോ തത്ര അവൻ്റെ ഒരു ഡയലോഗടി. ഒരെണ്ണൊഴി. ലാലു, ലാലു, ഓടിക്കോ, ഓടിക്കോ.
എന്റെ മക്കളെ ഒരൊറ്റ വെറുതെ വിടില്ല. ഞാനുമാടാ പറയുന്നത്. നാളെ എന്നൊരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു ദിവസമുണ്ടെങ്കിൽ ഇതിൻ്റെ കണക്ക് ഞാൻ തീർക്കും. അത് തീർച്ച. എടാ നിരാളി, അളിയെ കണ്ണു നോക്കുന്നു. നീ പോയി ഡോക്ടറെ വിളി. നീ ഒന്ന് എന്നെ എണ്ണിപ്പിച്ചേ. മെല്ലെ നമ്മുടെ മേത്ത് കൈവച്ച ഒറ്റൊരുത്തനും വെറുതെ വിടരുത്. നീ നിന്റെ ദേഹവും നോക്കി. പണി കൊടുക്കാൻ സൈമ, അവസരം വരട്ടെ. ഇന്നലത്തെ സംഭവം അമ്മ അറിഞ്ഞോ? ഇന്നലെയോ? ഇടാ, ഒരാഴ്ചയായി നീ കിടപ്പ് കിടക്കാൻ തുടങ്ങിയിട്ട്. എന്ത് കഷ്ടപ്പെട്ടാ ഞങ്ങൾ ആ ഓട കണ്ടുപിടിച്ചെന്ന് നിനക്കറിയോ? അമ്മയൊന്നും അറിഞ്ഞിട്ടില്ല. അവളെ ഞങ്ങൾ വരട്ടി വെച്ചിട്ടുണ്ട്. വിസിറ്റേഴ്സ് പുറത്ത് നിൽക്കണം. പേഷ്യൻറ്റിന് ഡ്രസ് ചെയ്യാനുള്ളത്. കഴിഞ്ഞ ജന്മത്തിലെ ശത്രുക്കളാണ് ഈ ജന്മത്തിൽ മക്കളായി ജനിക്കുകയെന്ന് ഉമ്മറിൻ്റെ ഉമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ കാര്യത്തിൽ മുറപ്പെണ്ണായിട്ടാണ് ജനിച്ചതെന്ന് മാത്രം. ഹലോ. ആ ശരി. എടാ തെന്ന്, ബുദ്ധന്റെ ആൾക്കാർ ഇപ്പൊ എത്തും. ലാലു, നമ്മളെ കാച്ചാൻ ബുദ്ധൻ ഇങ്ങോട്ട് ആളെ അയച്ചിട്ടുണ്ടെന്ന്. ഇത് എന്തായി കാണിക്കുന്നത്? ഒന്നും മിണ്ടാതിരിക്കും. ഒന്ന് പറയുന്ന കേക്ക്. ഗീതു, അമ്മ ചോദിച്ച ഞാൻ ജോലിക്കാര്യത്തിനായി ഇന്ത്യ വിട്ടുപോയെന്ന് പറ. എങ്ങോട്ട്? പഞ്ചാബിലേക്ക്. കുരുടി എവിടെടാ? അവൻ താഴത്തെ വാർഡിലുണ്ട്. എടാ കുരുടി, അവൻ്റെ ഒരു ഇഞ്ചക്ഷൻ. എഴുന്നേറ്റ് പോടാ, മാറണം കൂടെ. ബുദ്ധം വരുന്നു. വാ വാ വാ, പെട്ടെന്നാടെ വാ.
എങ്ങോട്ടെന്നറിയാത്തൊരു യാത്രയായിരുന്നു അത്. എത്ര ദൂരം താണ്ടിയെന്നറിയില്ല. ഞങ്ങളുടെ വണ്ടി ചെന്നെത്തിയത് സേതുവിൻ്റെ വീട്ടിലായിരുന്നു. എത്ര നാളായടാ ഞാൻ വീട്ടിലോട്ട് വിളിക്കുന്നു. അവസാനം ഇപ്പോൾ വന്നത് ഈ കോലത്തിൽ. അതായിരിക്കടാ വിധി. വാ കയറ്. താങ്ക്സ്. താങ്ക്സോ? എന്തിന്? നീ ആരോടൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ പറയാഞ്ഞത് നിങ്ങൾ എന്നെ പേടിപ്പിച്ചോണ്ടൊന്നുമല്ല. പിന്നെ അതെന്തായാലും ഈ അടുത്ത് തന്നെ അമ്മായി സത്യമൊക്കെ അറിഞ്ഞോളും. അന്ന് ആ ഓടയിൽ കിടന്നപ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഇങ്ങനെ ഒരു പുതുവർഷ പുലരി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന്. ഇനി മുതൽ എനിക്ക് ആ കണക്കുകൾ ചികഞ്ഞെടുക്കണം. എൻ്റെ ആഗ്രഹങ്ങൾക്ക് ആക്കം കൂട്ടിക്കൊണ്ടായിരുന്നു ആ കാറിൻ്റെ വരവ്. സൈമ ഇവനായിരുന്നു. നിനക്കെന്താളിയാ കാശ്മീരിലേക്ക് വല്ല ട്രിപ്പും കിട്ടിയ? ഇതാന്നല്ലടാ ആ ചെക്കൻ്റെ ഡ്രസ്സാ. ഏത് ചെക്കൻ്റെ? ബോസ് ഹാപ്പി ന്യൂ ഇയർ. Hey girls, get in. Francis Road. എ സിയോ നോൺ എ സിയോ? AC. തൻ്റെ അടുത്ത് ലൈറ്റർ ഉണ്ടോ? തീപ്പട്ടിയുണ്ട്, പക്ഷേ എ സി ഒന്നും വലിക്കണ്ട. സാറ് ഗ്ലാസ് താത്തിയിട്ട് വലിച്ചോ? എനിക്ക് കുഴപ്പമുള്ളതുകൊണ്ടല്ല, ഓണർ പറഞ്ഞിട്ടുണ്ടേ, അതുകൊണ്ടാ. ഞാൻ AC തന്നെ വലിക്കും, നീ തീപ്പട്ടി താടാ. സോറി സാറേ, തരാൻ പറ്റില്ല. ഇത് ഞാൻ വിളിച്ച വണ്ടിയാ. ഇത് ഞാൻ വലിക്കും, കുടിക്കും, വേണ പെണ്ണും പിടിക്കും. നീ ആരടാ ചോദിക്കാൻ? ആരാന്ന്? സാറേ ഒന്ന് പുറത്തേക്ക് ഇറങ്ങോ? Holy shit. എടാ നിനക്ക് എ സിന്ന് തന്നെ സിഗരറ്റ് വലിക്കണല്ലോടാ ചാളി ചെക്ക. പക്ഷെ സഹിമ, നമ്മളുള്ള വിവരം ഞാൻ അവനോട് പറഞ്ഞിട്ടില്ല. ഇനി ഇക്കാര്യം നിന്റെ തന്തേന്റെ അടുത്തെങ്ങാനും പോയി പറഞ്ഞ് ഞങ്ങൾ അന്വേഷിച്ച ആ പാവാടുമക്കേരിയയിൽ വന്ന ലാലുവിന്റെ അടുത്ത് കിട്ടും നിൽക്കടി. കാരണം പട്ടി ടെൻഷൻ അടിക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ചായിരുന്നു ബാക്കി എല്ലാവരും വണ്ടിയിലിരുന്നത്. അതിനുള്ള ഉത്തരം പെട്ടെന്ന് തന്നെ കിട്ടി. ഞാൻ നോക്കട്ടെ. കണ്ടില്ലടാ ലാലു, ലാലു ഇതാ ബുദ്ധന്റെ പണിയാ. നമുക്ക് അങ്ങോട്ടെങ്കിലും മാറാ. എങ്ങോട്ട് പോവാനാ? നമ്മൾ ഇനി എങ്ങോട്ടും പോകുന്നില്ല. മതിയായില്ലടാ നിനക്ക്. ഇവിടെ ഞാൻ ഇതാ എന്റെ പോക്കറ്റിൽ നിന്നാ ചെക്കൻ്റെ ഫോണാ. ആരാ വിളിക്കുന്നത്? DAD. വിഷ്ണുബുദ്ധനാ. എടുത്തു നോക്ക്. സിദ്ധു, ലോഡ് ആ വഴി വരുന്നുണ്ട്. K112905. നിന്റെ ഒരു കണ്ണ് വേണം. ഞാൻ പിന്നെ വിളിക്കാം.
ഹലോ. ലോറി പോയ മോനെ. ലോറി മാത്രമല്ലടാ അച്ഛാ, നിന്റെ ലോഡും കൂടെ പോയി. ആരുടെ നീ? ആരാ എന്താന്നൊക്കെ നിനക്ക് വഴിയെ മനസ്സിലാക്കി തരാം. ഇതുവരെ നീ കണ്ടതും കളിച്ചതൊന്നുമല്ല കളി. ഇനി അങ്ങോട്ട് എങ്ങനെ കളിക്കേണ്ടതെന്ന് ഞങ്ങൾ കാണിച്ചു തരാം. മഴ തോർന്നു, നമുക്ക് മെല്ലെ നടന്നാലോ? ശരിയാ, ഇനി ഇവിടെ നിന്നാ ബസ് കിട്ടുമെന്ന് തോന്നുന്നില്ല. ഹൈവേയിലേക്കൊന്ന് നടക്കാം, അവിടെ ചെന്നാൽ വല്ല ടാക്സിയും കിട്ടും. എന്നിട്ട് എന്തായി? ഞങ്ങൾ എവിടെ നിർത്തിയോ അവിടെ നിന്ന് തന്നെ വീണ്ടും തുടങ്ങി. ബുദ്ധൻ്റെ ലോഡ് ഞങ്ങൾക്ക് വേണ്ട. അയാൾക്കിപ്പോൾ ഫെലീനി ആയിട്ടല്ലേ ഡീൽ. ബുദ്ധൻ്റെയും ഫെലനിയുടെയും കാര്യം ഞങ്ങൾക്ക് വിട്ടുവന്നേക്ക്. ഇതിനെന്ത് വരും അത് പറ. ये क्या मशमश बना रखा है? बस ये कह रहे थे कि ये बुद्धन का लोड नहीं है, ये हमारा लोड है, मेरा लोड. अंदर आ बच्चे, अंदर आ. ഹലോ, ഞങ്ങളുടെ ലോഡ് എവിടെ? അതിന് നിങ്ങൾക്ക് ഫെലീനി ആയിട്ടല്ലേ ഡീൽ. ഇളക്കുന്നോടി ഈ അബിയെ നിനക്ക് അറിയില്ലേട്ടാ. ആനയെ പേടിച്ചാ പോരെ, ആന പിണ്ടത്തെ പേടിക്കണം. പിണ്ടം 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 പിണ്ടം. അറിയാം. ദേവകി, ദാ ഹരി വന്നിരിക്കുന്നു. മോനെ ഹരി, നീ ആളങ്ങ് മിനിങ്ങിയല്ലോ. എന്തിനാ ഹരി ഒറ്റയ്ക്ക് വന്നത്? ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ അമ്മ എയർപോർട്ടിൽ വരുമായിരുന്നു. അത് സാരല്ല അമ്മേ. മോനെ ഹരി, നീ വല്ലതും കഴിച്ചോടാ? ആ അമ്മേ, ഞാൻ കഴിച്ചിട്ടാ വന്നത്. വാ. ഗീതു പഠിക്കാണോ? ആ അതെ. അർജന്റീനയാണ് എൻ്റെ ഫേവറേറ്റ് ഫുട്ബോൾ ടീം. കഴിഞ്ഞ വർഷം ബ്രസീൽ കപ്പ് കൊണ്ടുപോയി. പക്ഷേ 2006 ഞങ്ങളത് തിരിച്ചു പിടിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാവ് സദ്ദാം ഹുസൈനാണ്. ബുഷ് വിചാരിച്ച അങ്ങേരെ ഇറാഖിനെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തിനാ എന്നോട് പറയുന്നേ? എന്നാ പിന്നെ എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ നിന്നോട് പറയാം. എനിക്ക് നിന്റെ തൊന്തേ, എൻ്റെ അമ്മാവനെ തീരെ ഇഷ്ടമല്ല. അങ്ങേരെ വെട്ടിനുറുക്കി പെട്ടിയിലാക്കേണ്ട കാലം കഴിഞ്ഞിട്ട് കുറേ ആയി. എന്റെ അച്ഛൻ ഇഷ്ടമില്ലെങ്കിൽ പിന്നെ എന്തിനാ അമ്മായും കുട്ടിയും കൊണ്ട് വന്നേ? വന്നപ്പോഴല്ലേ മനസ്സിലായത് എൻ്റെ അച്ഛൻ ചെയ്ത ആകെ നല്ല കാര്യം എന്താന്ന്. എനിക്ക് നാളെ എയർലൈൻസിൽ ഒരു ഇന്റർവ്യൂ ഉണ്ട്. അതെനിക്ക് മേടിച്ചു തരികയാണെങ്കിൽ അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിക്കാം. ഇത് പോളണ്ടിൽ നിന്ന് വാങ്ങിച്ചതാണോ? അതെ അതെ, പോളണ്ട്. അച്ഛാ, ഞാൻ ഇറങ്ങാം. ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോ മോളെ. അതുകൊണ്ടൊന്നൊരു കാര്യമില്ല. മോളെ ഫയല് ഒരു എക്സ്പീരിയൻസ്, അത്രേ ഞാൻ ആലോചിക്കുന്നുള്ളൂ. നീ ആ കാറിലൊന്ന് കൊണ്ടുവിടടാ. ശരി അമ്മേ.
പുറകെ കയറടാ, പുറകെ കയറാൻ. ഗീതു മുന്നിൽ കയറിക്കോ. വേണ്ട, ഞാൻ പിന്നിലിരുന്നോളാം. പറയുന്ന കേക്ക് ഗീതു, മുന്നിലിരുന്നോ. എന്തെങ്കിലും ചെയ്. ബാബൂസിലല്ലേ അത്? ഹലോ. ആ, ഏത് തിയേറ്ററിലാ? ഓക്കെ, ശോഭ തിയേറ്ററിലേക്ക് പോട്ടെ. തിയേറ്ററിലേക്കോ? എനിക്ക് ഇന്റർവ്യൂ ഉണ്ട്, എനിക്ക് അങ്ങോട്ടാ പോകേണ്ടത്. ഒരു സിനിമയൊക്കെ കണ്ടിട്ട് പോവാന്ന്. ഇത് അഡ്വാൻസ് മാത്രം കേട്ടോ, അടുത്ത ആഴ്ച മറക്കണ്ട. കുരുടി, ആ ക്യൂട്ട് സാരി ബ്ലൗസ് ഏതാ? പെങ്ങളാ. ആരുടെ? ഇവന്റെ. ഹലോ. പേരെന്താ? ഗീതാഞ്ജലി. മതി, എത്ര നേരെ തുടങ്ങിയിട്ട്. നമ്മള് അന്ന് പുളിമൂട്ടിൽ വെച്ച് സാറിന് ഓർമ്മയില്ലേ? ഇപ്പൊ മനസ്സിലായി. നിങ്ങളെന്താ ഇവിടെ? ഞാനല്ലേ സാറിന്റെ ഓൾ ഇൻ ഓൾ. അപ്പൊ ഇവൾക്ക് ഈ ജോലി കിട്ടി കാണുമല്ലോ. ഇതെന്റെ അമ്മാവന്റെ മോളാ, ഗീതു, ഗീതാഞ്ജലി. പിന്നെ കിട്ടാതെ? ഷീസ് ഹൈലി ടാലന്റഡ്. ഞങ്ങൾ ഇപ്പൊ ആ കാര്യം കൂടെ സംസാരിച്ചതേ ഉള്ളൂ. നാളെ തന്നെ ജോയിൻ ചെയ്യാലോ അല്ലേ? താഴെ പോയി അപ്പോയിന്റ്മെന്റ് ഓർഡർ വാങ്ങിച്ചോളൂ, ഞാൻ വിളിച്ചു പറഞ്ഞേക്കാം. ശരി സർ. താങ്ക്സ്. താങ്ക്സോ? എന്തിന്? ഈ ജോലി എനിക്ക് ഒരിക്കലും കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതല്ല. എടി, നിനക്ക് ഈ ജോലി കിട്ടുന്നതിന്റെ മറ്റവൻ പ്രാർത്ഥിച്ചോണ്ടൊന്നുമല്ല. ഞാനും ആ മനുഷ്യനും തമ്മിലുള്ള ബന്ധം അങ്ങനെ. ഒന്നും ചെയ്യരുത്, നിങ്ങൾ പറഞ്ഞ എന്ത് ഞാൻ കേൾക്കാം. പേടിക്കല്ലേ. അപ്പൊ നാളെ തന്നെ വീട് കഴിഞ്ഞ് താക്കോല് വാവച്ചനെ ഏൽപ്പിച്ചേക്ക്. പ്ലീസ്, താക്കോല് ഞാൻ തരാം. ബില്ല് ബില്ല് ഞാൻ ലവനാ. Will you marry me?
ഇല്ല. ഈ ജോലി ഒരിക്കലും കിട്ടില്ല എന്ന് വിചാരിച്ചാ ഞാൻ ഇന്നലെ എങ്ങനെ പറഞ്ഞത്. ആദ്യം മാന്യമായൊരു ജോലി വാങ്ങിവാ, അപ്പം ഞാൻ ആലോചിക്കാം. ഇത് തമിഴ് സിനിമയൊന്നും അല്ലല്ലോ, ഗുണ്ടയായ നായകനെ നായികയ്ക്ക് ഇഷ്ടപ്പെടാൻ. ജീവിതത്തിൽ ഇതുവരെ ഇംഗ്ലീഷ് പടം കാണാത്ത കുരുടി ഇന്നത്തെ ഈ ദിവസത്തിന് വേണ്ടി മാത്രം കണ്ടു തള്ളിയ പടങ്ങൾക്ക് ഒരു കൈയും കണക്കുമില്ലായിരുന്നു. അത് അവസാനിച്ചതോ ഇങ്ങനെയും. Boys, come on!